കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ അൽവിനെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് ആരോപണങ്ങളുമായിട്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് അൽവിൻ അവിടെ ചെയ്യുന്നത് ഭയങ്കരമുള്ള മോശമുള്ള ബിസിനസ്സാണ്, ഒരുപാട് പേരായിരുന്നു ഇതേ കണക്ക് പൈസയൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ആദ്യത്തെ വീഡിയോയിൽ ഇതേ കണക്ക് അൽവിൻ പറയുന്നുണ്ടായിരുന്നു അൽവിൻ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, ഭയങ്കര വലിയ കാറൊക്കെയാണ്, പക്ഷേ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് എടുത്ത കാറാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ ഉണ്ടെങ്കിൽ പിന്നെ മനസ്സിലായി ഇതേ കണക്ക് ആ കാറുണ്ടെങ്കിൽ അൽവിൻ്റെ അല്ല, അത് വേറെ ഒരാളുടെ കാറാണ്. പിന്നെ അദ്ദേഹം തന്നെ ഉണ്ടെങ്കിൽ ഇതെനിക്ക് വീഡിയോ ഇട്ട ആൾ തന്നെ മാപ്പൊക്കെ ചോദിച്ചു, ഞാൻ ആ സമയത്തുണ്ടെങ്കിൽ അത് തെറ്റുപറ്റി പോയതാണ്, പക്ഷേ ബാക്കിയെല്ലാം പറയുന്നുണ്ടെങ്കിൽ കറക്റ്റാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് കണക്കുണ്ടായി അൽവിനും ഇത്രയും പൈസ തട്ടിയെടുത്തിട്ടുണ്ട്, അവരിങ്ങനെ ബിസിനസ് ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അൽവിൻ അതിനുള്ള ഒരു മറുപടിയും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അൽവിൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരുണ്ടെങ്കിൽ എനിക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, പക്ഷേ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല. യഥാർത്ഥത്തിലുണ്ടെങ്കിൽ എനിക്കെതിരെ ആരെങ്കിലും ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളുമായിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ടതാണ്, എനിക്കെതിരെ അങ്ങനത്തുള്ള ഒരു പരാതിയില്ല. പിന്നെ എനിക്കറിയുന്ന ഏതോ ഒരുത്തനാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പിന്നെ ഞാൻ എന്തോ തെറ്റിയെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്തത്, അതുകൊണ്ട് എൻ്റെ തലയിലായെന്നുള്ള രീതിയിലായിരുന്നു അൽവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.